ഹായ് ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയും വിവേകും രാഹുലിനെ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ വീടിനകത്ത് എത്തുകയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ രാഹുലിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി എന്താണ് എന്ന് ചോദിക്കുന്നത് കേട്ടോ വിവേകിനോട്. എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, പലവട്ടമായിട്ട് ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് എന്നും പറയുന്നുണ്ട്. എന്താ ട്രിക്ക്, താൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുന്നു. തീർച്ചയായും നിൽക്കാം, പറ എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ ഗുണ്ടപരമായിട്ട് ആ ഗുണ്ടകളാണെങ്കിലും അവർക്ക് തീരെ ബുദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ മദ്യലഹരിയിലായിരിക്കും. അവരുടെ മുന്നിലേക്ക് ഡാൻസ് സ്റ്റെപ്പുകളായിട്ട് താൻ ചെല്ലണം എന്ന് പറയുന്നു. എന്നിട്ട് അവരുടെ മുന്നിൽ ഡാൻസ് കളിക്കണം. ആ സമയത്ത് ഞാൻ രാഹുലിനെ രക്ഷിച്ചോളാം. താൻ എന്ത് ഈ വിഡിത്തരാണ് ഈ പറയുന്നത്? പാവം ഇപ്പോൾ ആകെ ക്ഷീണിച്ചും വയ്യാണ്ടും കിടക്കുന്ന സമയത്ത് ഈ ചളിയടിക്കലും നിർത്തിക്കൂടെ വിവേകയെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാടോ, പക്ഷേ അവനെ രക്ഷിക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മൾ രാഹുലിനെ തെരഞ്ഞിട്ട് തന്നെ അവരെല്ലാവരും എത്തുകയാണ്. അഭിയും മഞ്ജുവും അതുപോലെ ശിവയും. അപ്പോഴത്തേനും ഹരിതയുടെ കാറ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ തേടിയ വഴി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞ പോലെ ഇവളിപ്പം മതി, നമുക്ക് ഇവളിലൂടെ എല്ലാ സത്യങ്ങളും ഇപ്പം അറിയാൻ പറ്റും. അങ്ങനെ ഹരിതയെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് പോവാട്ടോ വസുന്ധര മേഡത്തിൻ്റെ അടുത്തേക്ക്. അതിനുശേഷം തന്നെ കുറച്ച് പടക്കങ്ങളൊക്കെ ആയിട്ട് വിവേകും വർഷയും കൂടെ അവിടെ നിൽക്കുന്നു. ഈ പടക്കം പൊട്ടിച്ചിട്ട് നമ്മൾ പുറത്തിടും. ആ സമയത്ത് ഗുണ്ടകൾ ഇങ്ങോട്ട് ഓടി വരും. ആ സമയത്ത് നമ്മൾ അകത്തേക്ക് കയറും. അതാണ് നമ്മളുടെ പ്ലാനിങ് എന്ന് പറയുന്നുണ്ട്. എന്താ ഈ സിഗരറ്റ് എടുക്കുന്നത് ചോദിക്കുമ്പോൾ, സിഗരറ്റ് വലിച്ചിട്ട് ഈ പടക്കം പൊട്ടിക്കുന്ന അതിന് രാഹുൽ എന്തിനാ ഈ സിഗരറ്റ് എടുക്കുന്നത്, ഇതാണല്ലോ ഒരു ട്രെൻഡ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഓ, ഈ അറിയാത്ത പണി ചെയ്തിട്ട് ഈ പടക്കം പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വിവേക് കുറച്ച് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അതിന് മുന്നേ അവരിങ്ങോട്ട് ഓടി വരും. ഇപ്പോൾ പടക്കം പൊട്ടിക്കാൻ സമയം കിട്ടില്ല, എല്ലാം പൊളിഞ്ഞ് കയ്യിൽ തരും. അതുകൊണ്ട് തന്നെ ഈ വേണ്ടാത്ത പണിയൊന്നും നിൽക്കണ്ട, ഇങ്ങോട്ട് സാധാരണമായിട്ട് വലിച്ചെറിയുന്നു കേട്ടോ. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, എൻ്റെ ഹെൽത്തിനെ കുറിച്ചൊക്കെ നല്ല ചിന്തയുണ്ടല്ലേ എന്ന് പറയുന്നു. പടക്കം ഇങ്ങോട്ട് താ, ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞ് വർഷ വാങ്ങാൻ നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട, ഞാനാണ് ഹീറോ, താൻ ഹീറോയിനാണ്, തനിക്ക് പാട്ടിൽ മാത്രമേ റോളുള്ളൂ. ഞാൻ എന്തായാലും ഈ ഒരു പടക്കം പൊട്ടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിടുന്നു. ആ സമയത്ത് ഗുണ്ടകൾ അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ആരാടാ പടക്കം പൊട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വിവേക് അതിനകത്തേക്ക് ഓടി ചെല്ലുന്നു. രാഹുലിൻ്റെ അടുത്തൊരു ഗുണ്ട ഇരിപ്പുണ്ടായിരുന്നു, അയാളെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഇന്ന് ദീപാവലി മറ്റതാണോ, ഈ പടക്കം പൊട്ടിക്കാനായിട്ട് നമുക്ക് വീടിന് ചുറ്റും തിരയാന്ന് പറഞ്ഞ് തിരയുന്നു. ആ സമയത്ത് ആ ഗുണ്ടേനെ പോയിട്ട് റൂമിനകത്ത് അടച്ചിടാട്ടോ വിവേകും വർഷം ചെയ്യുന്നത്. അയാൾ എവിടെയെന്ന് ചോദിച്ച് ബാക്കിയുള്ള രണ്ടുപേരും കൂടി വരുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവുമോ, അതോ ആരെങ്കിലും വന്ന് ഇവനെ രക്ഷിക്കാൻ വന്നോ? ഇവനെ രക്ഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം രക്ഷിക്കുക, ഇപ്പോൾ അയാളെ തന്നെ കാണാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ തിരയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരയാന്ന് നിൽക്കുന്നു കേട്ടോ. അങ്ങനെ വസുന്ധരയുടെ അടുത്തേക്ക് ആൻറ്റി ഒരു സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താടി നീ എന്താ വിചാരിച്ചാൽ നിന്നെ കിട്ടില്ല എന്നുള്ളതോ? നിന്നിലൂടെ രാഹുൽ എവിടെയെന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ രാഹുലിനെ ഞാൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിലോ? അപ്പോഴത്തേനും മല്ലികാക്ക പറയുന്നുണ്ട്, ഇവൾക്ക് അറിയുന്നുണ്ടാവില്ല, ഇവളെ വെറുതെ വിട്ടേക്ക്. രാഹുലിനെ കൈ കെട്ടിയതുപോലെ തന്നെ ഇവളുടെയും കൈ കെട്ടണമെന്ന് വസുന്ധര പറയുന്നുണ്ട്. മല്ലിക പോയി കയറെടുത്തോണ്ട് വായോന്ന് പറയുന്നു. മനസ്സോടുകൂടി മല്ലിക കയറെടുത്തോണ്ട് വരുന്നുണ്ട്. കാരണം മല്ലികയ്ക്ക് പേടിയുണ്ട് അവളെ. രേഷ കൈ കെട്ടിയിടുന്നു. ഇനി പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഹരിതയുടെ ഫോണും വാങ്ങി വെച്ചിട്ടുണ്ട്. ശിവയാണെങ്കിലോ നമ്മുടെ ഹരിത പറയുന്നതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം തന്നെ ഹരിത പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഇപ്പോൾ മാഡത്തിൻ്റെ ഹസ്ബൻഡ് എവിടെയാണെന്ന് പോലും എനിക്കറിയാം, അദ്ദേഹം ഇപ്പോൾ ഒരു ഗോവയിലെ ഒരു റൂമിൻ്റെ ഉള്ളിലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധനം ഇവിടെയല്ലല്ലോ, ധനം തീർത്ഥാടനത്തിൽ പോയതാണല്ലോ, അത് നിങ്ങളോട് പറഞ്ഞതാണ്, പക്ഷേ ശരിക്കുള്ള വേണമെങ്കിൽ ആ റൂം നമ്പർ വരെ എനിക്കറിയാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് പോലീസിനെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ആ പോലീസിനെ വിളിക്കട്ടെ, അവർ അറിയട്ടെ. അത് നിൻ്റെ ചിങ്കിടി പോലീസ് DYSP മാഡമാണ്, മാഡത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒന്നും നിൻ്റെ തരികട നടക്കാനായിട്ടും പോകുന്നില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് ഹരിതയ്ക്ക് പേടിയാവുന്നുണ്ട്. രാഹുൽ എവിടെയെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു. ആ സമയത്ത് തന്നെയാണ് പിന്നീട് വിവേകും അതുപോലെ വർഷയും കൂടി നമ്മുടെ രാഹുലിനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ. അങ്ങനെ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മനാട് കുടുംബം വലിയ വലിയ തറവാട്ടുകാരാണല്ലേ, എന്നാൽ മുടിഞ്ഞ വ്യക്തി, എൻ്റെ വിവേകം അടിക്കാതെ അങ്ങ് നട. ആ സമയത്ത് തന്നെയാണ് ഹരിതയുടെ ഫോണിലേക്ക് ആ കോള് വരുന്നത്. ഗുണ്ടകൾ വിളിക്കുന്നുണ്ട്. 2 പേര്, ഒരാണും പെണ്ണും വന്നിട്ട് രാഹുലിനെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയി മാഡം എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അഞ്ജുവിനും ബാക്കിയുള്ളവർക്കും സന്തോഷമാവുന്നുണ്ട്. അവരാരാണെന്നറിയോ എന്ന രീതിയിൽ. അബിയാണെങ്കിലോ ഹരിതയുടെ സംസാരത്തിൽ അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഹരിതയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, കൈവിട്ട് പോയി എന്നുള്ളത്. ഇതെല്ലാം തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് ശിവ.
അതിനുശേഷം തന്നെ എല്ലാവർക്കും സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹരിത പറയുന്നത് പോലെ നിങ്ങൾ അവരുടെ പുറകെ പോകണ്ട, അവരാരാണെന്നുള്ളതെങ്കിലും മനസ്സിലായോ? ഇല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. പടക്കം പൊടിച്ചത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ എന്നും ആ ഗുണ്ടകൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഇനിയിപ്പോൾ സന്തോഷമായില്ലേ, പക്ഷേ രണ്ട് പേര് അവരാരായിരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും രാഹുലേട്ടനെ രക്ഷിച്ചല്ലോ, അതിന് സമാധാനം എന്ന് പറയുന്നു. ഇനി ഹരിതേ, നീ എന്നെ വെറുതെ വിടില്ല എന്നും പറയുന്നുണ്ട്. നീ പറഞ്ഞതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് ശിവയും പറയുന്നു. പിന്നീട് ഞാനെന്തായാലും ആ രണ്ട് പേർക്കും വെച്ചിട്ടുണ്ടെന്ന് ശിവ പറയുന്നുണ്ട് കേട്ടോ. അതിന് നീ പുറത്തിറങ്ങിയിട്ട് വേണ്ടേ അവർക്കിട്ട് ശിക്ഷ കൊടുക്കാനാണ് നിൻ്റെ വിചാരമെങ്കിൽ അത് നടക്കാനായിട്ട് പോകുന്നില്ലെന്നും പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ വർഷയും അതുപോലെ തന്നെ വിവേകും കൂടി വരുന്നുണ്ട്. എന്നിട്ട് വിവേക് വർഷയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും രാഹുലിനെ നമുക്ക് മൃദുലിൻ്റെ വീട്ടിലേക്ക് ആക്കുക. ഇപ്പം മൃദുലിൻ്റെ വീട്ടിലേക്കല്ല, അഞ്ജുവിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ രാഹുലിന് വേണ്ടത്. നമുക്ക് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാം. അത് പറ്റില്ല, വസുന്ധരാൻ്റെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നാട്ടി വിടും. അമ്മയ്ക്ക് ഇനി ദേഷ്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പം കണ്ടോ, താൻ വിചാരിച്ച പോലെയല്ല, രാഹുലിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹതാപം ഉണ്ടാവും, അവൻ അവിടെ കയറ്റുകയും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ എനിക്ക് എന്താ തരാമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. തനിക്ക് എന്താണ്, അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. നടന്നാലോ, നടന്നിട്ടുണ്ടെങ്കിൽ താൻ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറയുന്നു. എന്നോട് ഐ ലവ് യു എന്ന് പറയണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. അതെന്താടോ, അത് നടക്കാനായിട്ട് പോകുന്നില്ലേ? ആൻറ്റി ഒരിക്കലും രാഹുലേട്ടൻ്റെ വീട്ടിൽ കയറ്റില്ല. പക്ഷെ ചെയ്താലോ? എന്നാൽ പിന്നെ താൻ പറഞ്ഞ വൃത്തികെട്ട വേട് പറയാം. പക്ഷേ അങ്ങനെയല്ലാന്ന്, അതായത് രാഹുലേട്ടനെ വീട്ടിൽ കയറ്റിയിട്ടില്ലെങ്കിൽ താൻ ഒരിക്കലും എൻ്റെ പുറകെ ഇനി നടക്കുകയും ചെയ്യരുതെന്ന് പറയുന്നു കേട്ടോ. അത് നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ രാഹുലിന് എന്തായാലും വസുന്ധര വീടിനകത്ത് കയറ്റുന്നുള്ള ഉറപ്പല്ലേ. അങ്ങനെ വിവേക കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.